Hi, welcome to Lash Class. BA English സെക്കൻഡ് സെമിസ്റ്റർ റീഡിംഗ് ഫിക്ഷനിലെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ബ്രിട്ടീഷ് റൈറ്റർ ജോസഫ് കോൺറാഡ് ആഫ്രിക്കയിലെ കൊളോണിയലിസത്തിൻ്റെ ഇരുണ്ട വശങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ളൊരു നോവലാണ്. നമുക്കിവിടെ ഈ ചാപ്റ്റർ 2 പാർട്ടായിട്ടാണ് വരുന്നത്. ആദ്യ പാർട്ടിൽ ഈ നോവലിൽ നിന്നുള്ള ഒരു എക്സെപ്റ്റും രണ്ടാമത്തെ പാർട്ടിൽ പ്രശസ്ത നൈജീരിയൻ സാഹിത്യകാരൻ ചിനുവ അച്ബെ ഈ നോവലിലെ വംശീയമായിട്ടുള്ള ചിത്രീകരണത്തെ വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ലേഖനവുമാണ് വരുന്നത്. നമ്മളിവിടെ ഈ നോവലിലെ എക്സെപ്റ്റിൻ്റെയും അതുപോലെ ആ ലേഖനത്തിൻ്റെയും ഒരു സമ്മറിയും അനാലിസിസുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയുടെ നോട്ട്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ആദ്യം നമുക്ക് ഈ നോവലിലെ എക്സെപ്റ്റിൻ്റെ സമ്മറി നോക്കാം. ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ബൈ ജോസഫ് കോൺറാഡ് is a novella that explores the dark side of European colonialism in Africa. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഫ്രിക്കയിലെ യൂറോപ്യൻ കൊളോണിയലിസത്തിൻ്റെ ഇരുണ്ട വശങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു നോവലാണ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്. The narrative follows Marlowe as he recounts his journey to find an influential ivory trader named Kuts in Congo. ഇനി ഈ നോവലിലെ മെയിൻ സ്റ്റോറി ആയിട്ട് നമ്മൾ കാണുന്നത് മാർലോ എന്നൊരു കഥാപാത്രം കുഡ്സ് എന്ന പേരുള്ള ഒരു ട്രേഡറിനെ അന്വേഷിച്ചുകൊണ്ട് ആഫ്രിക്കയിൽ യാത്ര നടത്തുകയാണ്. അയാൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐവറി ട്രേഡറാണ്. ഐവറി നമുക്കറിയാം ആനക്കൊമ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രേഡറിനെ അന്വേഷിച്ചുകൊണ്ട് ഈ മാർലോ ആഫ്രിക്കയിൽ യാത്ര നടത്തുകയും അവിടെ അയാൾ കാണുന്ന കാര്യങ്ങളുമാണ് ഈ നോവലിൽ നമ്മൾ കാണുന്നത്. The novella portrays themes of exploitation and moral corruption through vivid descriptions and complex characters. അപ്പോൾ മാർലോ ഈ യാത്രയിൽ കാണുന്ന കാഴ്ചയിലൂടെ അതിൻ്റെ വിവരണങ്ങളിലൂടെയും അതുപോലെ തന്നെ ഈ നോവലിൽ വരുന്ന മറ്റ് കഥാപാത്രങ്ങളിലൂടെയും ആഫ്രിക്കയിൽ നടക്കുന്ന ചൂഷണത്തിൻ്റെയും അതുപോലെ തന്നെ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും എല്ലാം തീമുകളാണ് ഈ നോവലിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. The excerpt covers Marlowe's encounter at a colonial station where he witnesses the terrible condition of the native workers and the cold detachment of the European officials. ഇനി നമുക്ക് പഠിക്കാനുള്ള എക്സെപ്റ്റിൽ നമ്മൾ കാണുന്നത് മാർലോ ഒരു കൊളോണിയൽ സ്റ്റേഷനിൽ എത്തുന്നതും അവിടെയുള്ള അനുഭവങ്ങളുമാണ്. കൊളോണിയൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് അവിടെയുള്ള യൂറോപ്യൻസിൻ്റെ ഒരു ഓഫീസാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മുടെ മാർലോ കാണുന്നത് അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആഫ്രിക്കൻസ് ആയിട്ടുള്ള ആളുകളുടെ അതിദാരുണമായിട്ടുള്ള സാഹചര്യവും എന്നാൽ ഈ സാഹചര്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന യൂറോപ്യൻസിൻ്റെ തണുപ്പൻ പ്രതികരണവും അല്ലെങ്കിൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രതികരണവുമാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ കാണുന്നത്. ഹി കംസ് അക്രോസ് എ ഗ്രൂപ്പ് ഓഫ് ബ്ലാക്ക് ലേബറേഴ്സ് ഹു ആർ സ്റ്റാർവിങ് ആൻഡ് ഡൈയിങ്. അപ്പോൾ ഇങ്ങനെ പട്ടിണി കിടന്ന് എല്ലും തോലുമായിട്ട് നിൽക്കുന്ന ഈ തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ ചിത്രമാണ് അവിടെ എത്തുന്ന മാർലോ കാണുന്നത്. They are described as black shapes and shadows that are barely distinguishable from their surroundings. ഇനി മാർലോ ഇവരെ മനുഷ്യരെന്ന് വിളിക്കുന്നത് പോലുമില്ല, അല്ലെങ്കിൽ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ എന്നൊന്നും പറയുന്നില്ല. മറിച്ച് കറുത്ത ഷേപ്പുകൾ അല്ലെങ്കിൽ നിഴലുകൾ എന്നെല്ലാമാണ് ഇവിടെ ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന ഈ ആഫ്രിക്കക്കാരായിട്ടുള്ള തദ്ദേശീയരെ നമ്മുടെ മാർലോ വിശേഷിപ്പിക്കുന്നത്. Some crouch or lie against trees while others sit in a state of exhaustion. അപ്പോൾ അതിദാരുണമായിട്ടുള്ളൊരു ചിത്രമാണ് അവിടെ മാർലോ വിവരിക്കുന്നത്. ഇവർക്ക് പലർക്കും അനങ്ങാനോ നടക്കാനോ പോലും കഴിയാതെ ഇങ്ങനെ മരണം കാത്തു കിടക്കുന്ന അവസ്ഥയിലാണ്. അത്രയും ദയനീയമായിട്ട് ഇവരിങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ചിലരിങ്ങനെ ഇഴയുന്നു, ചിലരിങ്ങനെ ഇരിക്കുന്നു. അങ്ങനെയുള്ള രീതിയിലാണ് ആ ഒരു രംഗം ചിത്രീകരിച്ചിരിക്കുന്നത്. He notices one man, skeletal and barely moving, has a piece of white worsted tied around his neck. അങ്ങനെ കൂട്ടത്തിൽ ഒരാളെ നമ്മുടെ മാർലോ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അയാളും ഇതുപോലെ അനങ്ങാനൊന്നും കഴിയാതെ തീരെ അവശനായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അയാളുടെ കഴുത്തിൽ ഒരു വെള്ള നൂല് കെട്ടിയിട്ടുള്ള കാര്യം നമ്മുടെ മാർലോ ശ്രദ്ധിക്കുന്നു. മാർലോ ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ബട്ട് ഇറ്റ് സജസ്റ്റ് എ ഡീഹ്യൂമനൈസിങ് കോളറിങ്. അപ്പോൾ ഈ വെള്ള നൂല് ഇയാളുടെ കഴുത്തിൽ കെട്ടിയിട്ടുള്ളത് എന്താണെന്നുള്ളത് മാർലോയ്ക്ക് മനസ്സിലാവുന്നില്ല. അതുമല്ല അലങ്കാരമാണോ അല്ലെങ്കിൽ ഓർണമെൻ്റ് ആണോ എന്നൊക്കെയാണ് അയാൾ ചിന്തിക്കുന്നത്. പക്ഷേ നമുക്ക് അത് ഊഹിക്കാൻ കഴിയും, ഒരു ഡീഹ്യൂമനൈസിങ് കോളറിങ്ങിൻ്റെ സിമ്പിളായിട്ടാണ് അത് വരുന്നത്. നമ്മൾ നായകളുടെയൊക്കെ കഴുത്തിൽ ബെൽറ്റ് ഇടുന്നത് പോലെയാണ് ഇവിടെ ആഫ്രിക്കക്കാരായിട്ടുള്ള ജോലിക്കാരുടെ കഴുത്തിൽ അവരിങ്ങനെ ഈ വെള്ള നൂല് കെട്ടുന്നത് എന്നുള്ള ആ ഒരു സിംബോളിസമായിട്ട് നമുക്കിത് കാണാവുന്നതാണ്.
അപ്പോൾ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അവിടെ ഇങ്ങനെ ജോലി എടുക്കാൻ വയ്യാതായിട്ടുള്ള ഈ ജോലിക്കാരെ അവർ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണവുമില്ല, വെള്ളവുമില്ല, അങ്ങനെ പട്ടിണി കിടന്നുകൊണ്ട് മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ അവരിങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയും ഇഴയുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചിത്രമാണ് മാർലോ എത്തുന്ന സമയത്ത് കാണുന്നത്. Leaving this grim scene, Marlowe arrives at the station and meets a well-dressed white accountant whose polished appearance sharply contrasts with the surrounding disorder. അങ്ങനെ ഈ ദാരുണമായിട്ടുള്ള ദൃശ്യം കടന്നുകൊണ്ട് മാർലോ ആ ഓഫീസിലേക്ക് ചെല്ലുന്നു. ഓഫീസിൽ ഒരു വെള്ളക്കാരനായിട്ടുള്ള അക്കൗണ്ടൻറ്റിനെയാണ് മാർലോ കാണുന്നത്. നേരത്തെ കണ്ടതിന് തീർത്തും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് ഈ അക്കൗണ്ടൻറ്റിൽ മാർലോ കാണുന്നത്. തേച്ച് മിനുക്കിയിട്ടുള്ള കോട്ടും ടൈയും എല്ലാം ധരിച്ചുകൊണ്ടാണ് നമ്മുടെ അക്കൗണ്ടൻറ്റ് അവിടെ നിൽക്കുന്നത്. അതിനെക്കുറിച്ചിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ തേക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടുന്ന് ലഭിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള സംസാരവും അവർ തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. മാർലോ അപ്രീഷിയേറ്റ്സ് ഹിസ് അപ്പിയറൻസ് ആൻഡ് സീംസ് ടു റെസ്പെക്ട് ഹിം. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇയാളുടെ ഈ ഒരു മാന്യമായിട്ടുള്ള ഒരു വേഷത്തെ മാർലോ അപ്രീഷിയേറ്റ് ചെയ്യുകയും റെസ്പെക്ട് ചെയ്യുന്നതുമായിട്ട് നമ്മളിവിടെ കാണുന്നു. The accountant expresses frustration with the savages, blaming them for disrupting his work. ഇനി ചുറ്റും ഇതുപോലെ മനുഷ്യർ പട്ടിണി കിടക്കുകയും അതുപോലെ മരിക്കാൻ കിടക്കുകയൊക്കെ ചെയ്യുന്നതിന് ഡിസ്റ്റർബൻസ് എന്നാണ് നമ്മുടെ അക്കൗണ്ടൻറ്റ് വിളിക്കുന്നത്. കാരണം അയാൾ കണക്കുകൾ എഴുതുന്ന സമയത്ത് ഇവരിങ്ങനെ കരയുകയും അതുപോലെ നിലവിളിക്കുകയൊക്കെ ചെയ്യുന്ന ശബ്ദം ഡിസ്റ്റർബിംഗ് ആണ് എന്ന രീതിയിലാണ് നമ്മുടെ അക്കൗണ്ടൻറ്റ് പറയുന്നത്. Despite the suffering around him, such as sick and starving people, he remains focused on keeping his books in perfect order. അപ്പോൾ ഇയാളുടെ ചുറ്റും ഇതുപോലെ അസുഖം കൊണ്ടും പട്ടിണി കൊണ്ടും ഇങ്ങനെ മരിക്കുകയും കരയുകയും ചെയ്യുന്ന ആളുകളാണുള്ളത്. പക്ഷെ അവരുടെ കരച്ചിലിനൊക്കെ ഈ കണക്ക് എഴുതുന്നതിൽ ശല്യം എന്നുള്ള രീതിയിലാണ് ഈ അക്കൗണ്ടൻറ്റ് അവിടെ റിയാക്ട് ചെയ്യുന്നത്. അത്തരത്തിൽ തീർത്തും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ആഫ്രിക്കക്കാരോട് അവിടെ യൂറോപ്യൻസിനുള്ളത് എന്നുള്ളൊരു ചിത്രം നമ്മളവിടെ കാണുന്നു. He speaks highly of Mr. Coutts and informs Marlowe where Mr. Coutts is stationed. അപ്പോൾ മാർലോ മിസ്റ്റർ കുട്സിനെ കാണാൻ വേണ്ടിയിട്ടാണ് താൻ വന്നതെന്നുള്ള കാര്യം അക്കൗണ്ടന്റിനോട് പറയുന്നു. അക്കൗണ്ടന്റ് ആണെങ്കിൽ മിസ്റ്റർ കുട്സിനെ കുറിച്ചിട്ട് വളരെ പ്രശംസിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അയാൾ വളരെ കഴിവുള്ള ആളാണ്, അയാൾക്ക് പ്രൊമോഷൻ കിട്ടും, അയാൾ വലിയ ഉയർന്ന നിലയിൽ എത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഈ മിസ്റ്റർ കുട്സ് ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്, എവിടെ പോയാലാണ് ആളെ കാണാൻ കഴിയുക എന്നുള്ള ഇൻഫോർമേഷൻ നമ്മുടെ മാർലോയ്ക്ക് കൊടുക്കുന്നു. മാർലോ ലേറ്റർ ഡിപ്പാർട്സ് ഫ്രം ദ സ്റ്റേഷൻ വിത്ത് എ കാരവൻ. അപ്പോൾ മിസ്റ്റർ കുട്സിനെ എവിടെ പോയാലാണ് കാണാൻ കഴിയുക എന്നുള്ള വിവരം കിട്ടുമ്പോൾ മാർലോ സ്വാഭാവികമായിട്ടും പിന്നെ അങ്ങോട്ടുള്ള യാത്ര ആരംഭിക്കുകയാണ്. He leaves behind a European accountant making correct entries of correct transactions as he passes through the grove of death where the dying laborers remain. അങ്ങനെ ഈ കറക്റ്റായിട്ട് കണക്കുകളൊക്കെ എഴുതുന്ന ഈ അക്കൗണ്ടൻറ്റിനെ അവിടെ നിർത്തിക്കൊണ്ട് നമ്മുടെ മാർലോ പോവുകയാണ്. മാർലോ പോകുന്നത് ഇതുപോലെ മനുഷ്യരുടെ അസുഖം കൊണ്ടും അതുപോലെ പട്ടിണി കൊണ്ടും ഇങ്ങനെ വീണ് കിടക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഒരു ഇടത്തിലൂടെയാണ്. അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ജോലിക്കാർക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണമോ അതുപോലെ തന്നെ ശമ്പളമോ ഒന്നും കൊടുക്കാത്ത കാരണം കൊണ്ട് ആണ് ഈ തീവ്രമായിട്ടുള്ള ചൂഷണത്തിൻ്റെ ഫലമായിട്ടാണ് അവരിങ്ങനെ ഇവിടെ മരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടാണ് അവിടെ അക്കൗണ്ടൻ്റ് ഇവിടെ കറക്റ്റായിട്ടുള്ള കണക്കുകൾ എഴുതുക എന്നുള്ളൊരു ചിത്രം നമ്മൾ കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ തദ്ദേശീയരായിട്ടുള്ള ആഫ്രിക്കക്കാർ നേരിടുന്ന ചൂഷണവും ദാരുണമായിട്ടുള്ള അവസ്ഥയും അതിനോട് ഈ യൂറോപ്യൻസിന് ഒട്ടും മനുഷ്യത്വമില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡാണെന്നുള്ളൊരു കാര്യവുമാണ് ഈ ഒരു നോവലിലെ എക്സെപ്റ്റിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ നോവലിനെ വിമർശിച്ചുകൊണ്ട് ചിനുവ അച്ബെ എഴുതിയിട്ടുള്ള എസ്സേ ആണ് നോക്കാനുള്ളത്. Chinua Achbe's critique of Heart of Darkness focuses on how Joseph Conrad portrays Africans in a dehumanizing and stereotypical manner. അപ്പോൾ ഈ നോവലിനകത്ത് ആഫ്രിക്കക്കാരെ എങ്ങനെയാണ് പ്രാകൃതരായിട്ടും അതുപോലെ തന്നെ ഗോത്രവർഗ്ഗക്കാരും നരഭോജികളുമൊക്കെ ആയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചിനുവ അച്ബെ വിമർശനം ഉയർത്തുന്നത്. He begins by analyzing a passage where European travelers in the Congo perceive the native inhabitants as part of a prehistoric earth. അപ്പോൾ ഈ ആഫ്രിക്കയിലെത്തുന്ന യൂറോപ്യൻസ് അവിടെ ഈ സ്ഥലവും അതുപോലെ അവിടെയുള്ള ആളുകളെയും കാണുന്നത് പ്രീ ഹിസ്റ്റോറിക് എർത്ത് എന്ന രീതിയിലാണ് അവിടെ വിവരിച്ചിട്ടുള്ളത്. പ്രീ ഹിസ്റ്റോറിക് എർത്ത് എന്ന് പറയുന്നത് ഈ പ്രാചീനമായിട്ടുള്ള പുരാതനമായിട്ടുള്ള കാലം എന്ന രീതിയിലാണ് ആഫ്രിക്കയെ ഈ നോവലിനകത്ത് വിവരിക്കുന്നത്.
depicting them through fragmented body parts and incomprehensible noises. ഇതുകൂടാതെ നമ്മൾ എക്സെപ്റ്റിനകത്തും കണ്ടിരുന്നു, ഇവിടെ ആഫ്രിക്കക്കാരെ മനുഷ്യരെ എന്ന രീതിയിൽ അവർ വിവരിക്കുന്നില്ല, മറിച്ച് നമ്മൾ ഈ അസ്ഥികൂടം, അതുപോലെ തന്നെ കറുത്ത നിഴല്, കറുത്ത രൂപം, അതുപോലെ തന്നെ കയ്യുകൾ, കാലുകൾ, കണ്ണുകൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ബോഡി പാർട്സ് വെച്ചുകൊണ്ടാണ് ഇവിടെ ആഫ്രിക്കക്കാരെ വിവരിക്കുന്നത്. അതുപോലെ തന്നെ അവർ സംസാരിക്കുന്നതിനെ ഇങ്ങനെ ഗ്രണ്ടിങ്, അവരിങ്ങനെ മുരളുക, അതുപോലെ തന്നെ ഓരോ വിചിത്ര ശബ്ദമുണ്ടാക്കുക തുടങ്ങിയ രീതിയിലാണ്. അപ്പോൾ മനുഷ്യരായിട്ട് ഈ നോവലിനകത്ത് ആഫ്രിക്കക്കാരെ ചിത്രീകരിക്കുന്നില്ല, മറിച്ച് പ്രാകൃതരായിട്ട് ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ആച്ച്ബേ വിമർശിക്കുന്നു. The description distances the Africans from humanity, presenting them as a wild and primitive beings whom the Europeans cannot understand. ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നോവലിനകത്ത് അവിടെ തദ്ദേശീയരായിട്ടുള്ള ആഫ്രിക്കക്കാരെ മനുഷ്യരായിട്ട് ചിത്രീകരിക്കാൻ പോലും ശ്രമിക്കുന്നില്ല, മറിച്ച് അവരെ പ്രാകൃതരായിട്ട് ചിത്രീകരിക്കുകയാണ് ഈ നോവലിനകത്ത് ചെയ്യുന്നത് എന്ന് ആച്ച്ബേ വിമർശിക്കുന്നു. Achebe further critiques Conrad's portrayal of an African fireman who is described as a dog in a parody of breeches. ഇതുകൂടാതെ ആഫ്രിക്കക്കാരെ എങ്ങനെയാണ് ഡീഹ്യൂമനൈസ്ഡ് ആയിട്ട് അവതരിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി ആച്ച്ബേ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഗോത്രവർഗ്ഗക്കാരായിട്ടല്ലാതെ അവിടെ ജോലി ചെയ്യുന്ന ഒരു ആഫ്രിക്കക്കാരൻ്റെ ഉദാഹരണമാണ് ആച്ച്ബേ പങ്കുവയ്ക്കുന്നത്. ഒരു ഫയർമാൻ ആയിട്ടുള്ള ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ള ഒരു ആഫ്രിക്കക്കാരൻ അവിടെ ആ ജോലി ചെയ്യുന്നുണ്ട്. അതിനെ ഡോഗ് ഇൻ എ പാരഡി ഓഫ് ബ്രീച്ചസ്, ഒരു സർക്കസ് കൂടാരത്തിലെ നായ രണ്ട് കാലിൽ നടക്കുന്നതിനോടാണ് അവിടെ ഈ നോവലിനകത്ത് ഉപമിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ആഫ്രിക്കക്കാരൻ അതുപോലെ ഗോത്രവർഗ്ഗക്കാരനൊന്നും അല്ലാതെ അവിടെ ഒരു ജോലി ചെയ്യാൻ പഠിച്ചിട്ട് ആ ജോലി ചെയ്യുന്നു. പക്ഷേ അതിനെയും ഇതുപോലെ ഒരു രണ്ട് കാലിൽ നടക്കുന്ന നായയോടാണ് ഈ നോവലിനകത്ത് ഉപമിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ആച്ച്ബേ വിമർശിക്കുന്നു. ഹൈലൈറ്റിംഗ് ഹൗ കോൺറാഡ് ഫൈൻഡ്സ് ദി ആഫ്രിക്കൻസ് അഡാപ്റ്റേഷൻ ടു യൂറോപ്യൻ വേസ് അൺനാച്ചുറൽ ആൻഡ് റിഡിക്കുലസ്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ ഈ നോവലിനകത്ത് ആഫ്രിക്കക്കാരെ പ്രാകൃതര് എന്ന് പറയുന്നു, എന്നാൽ അവർ ഇതുപോലെ ജോലി ചെയ്ത് ജീവിക്കുന്ന സമയത്ത് അതിനെയും ഇങ്ങനെ റിഡിക്യൂൾ ചെയ്യുക അല്ലെങ്കിൽ പരിഹസിക്കുന്നതായിട്ടും ഈ നോവലിനകത്ത് വരുന്നതിനെ ആച്ച്ബേ വിമർശിക്കുന്നു. Achebe argues that Conrad romanticizes Africans when they conform to their expected roles, such as performing tribal dances on the river banks, but ridicules them when they adopt European ways. അപ്പോൾ ഇത്തരത്തിൽ ജോസഫ് കോൺറാഡ് ചെയ്യുന്നത് ആഫ്രിക്കക്കാരെ ഇതുപോലെ ട്രൈബൽസിനെ പോലെ ഇങ്ങനെ തീയൊക്കെ കൂട്ടി അതിൻ്റെ ചുറ്റും ഡാൻസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ കോൺറാഡ് അംഗീകരിക്കുന്നു. എന്നാൽ അവർ മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ആച്ച്ബേ വിമർശിക്കുന്നു. This suggests that Conrad viewed civilization as belonging to Europeans, with Africans remaining naturally primitive. അപ്പോൾ ഇത്തരത്തിൽ ഈ സിവിലൈസേഷൻ അല്ലെങ്കിൽ മാനവികത എന്ന് പറയുന്നത് യൂറോപ്യൻസിന് മാത്രമാണുള്ളത്, ആഫ്രിക്കക്കാരെന്ന് പറയുന്നത് ഇതുപോലെ പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്രാകൃതരായിട്ടുള്ള ആളുകളാണെന്നുള്ളൊരു ചിന്താഗതിയാണ് കാണുന്നത് എന്ന് ആച്ച്ബേ വിമർശിക്കുന്നു. The essay then contrasts depiction of two women, an African mistress of goods and a European woman who mourns his death. ഇനി നോവലിനകത്ത് രണ്ട് സ്ത്രീകളെ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും ഈ എസ്സേക്കകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നു. ഒരു ആഫ്രിക്കൻ സ്ത്രീയെയും അതുപോലെ യൂറോപ്യൻ സ്ത്രീയെയും വ്യത്യസ്തമായ രീതിയിലാണ് ചിത്രീകരിക്കുന്നത് എന്ന കാര്യം ആച്ച്ബേ ഹൈലൈറ്റ് ചെയ്യുന്നു. ദി ആഫ്രിക്കൻ വുമൺ ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ എക്സോട്ടിസൈസ്ഡ് ആൻഡ് സൈലന്റ് ടേംസ്, embodying raw passion and mystery, whereas a European woman is given emotional depth and human expression. ആഫ്രിക്കൻ സ്ത്രീയെക്കുറിച്ച് ഈ നോവലിനകത്ത് വിവരിക്കുന്ന സമയത്ത് എക്സോട്ടിസൈസ്ഡ് ആയിട്ടുള്ള ഒരു വിവരണമാണ്. അതായത് അവരുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നില്ല, ഈ ഫിസിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റ് മാത്രമാണ്, രൂപത്തെക്കുറിച്ചും മറ്റുമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ യൂറോപ്യൻ സ്ത്രീയെക്കുറിച്ച് പറയുന്ന സമയത്ത് അവരുടെ ഇമോഷനെ കുറിച്ചിട്ടും ക്യാരക്ടറിനെ കുറിച്ചിട്ടും ഡീപ്പായിട്ട് പറയുന്നത് നമ്മൾ കാണുന്നു. Achebe notes that Conrad consistently denies language and voice to Africans, portraying them as either making unintelligible noises or grunting. ഇതുകൂടാതെ ആഫ്രിക്കക്കാര് സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ഈ നോവലിനകത്ത് പറയുന്നില്ല എന്ന കാര്യം കൂടി ആച്ച്ബേ വിമർശിക്കുന്നുണ്ട്. അതായത് ഈ ആഫ്രിക്കക്കാരുടെ സംസാരത്തെ ഇതുപോലെ ഓരോ വിചിത്ര ശബ്ദങ്ങൾ എന്ന രീതിയിലാണ് ഈ നോവലിനകത്ത് അവതരിപ്പിക്കുന്നത്. ബട്ട് വെൻ ദേ ഡു സ്പീക്ക്, ഇറ്റ് ഈസ് ഓൺലി ടു കൺഫേം ദ യൂറോ
Europeans' fears as seen in the brief dialogue about cannibalism and the announcement of Quds death. അപ്പോൾ ഉടനീളം ഈ നോവലിനകത്ത് ആഫ്രിക്കക്കാർ സംസാരിക്കുന്നത് ഇങ്ങനെ വിചിത്ര ശബ്ദങ്ങൾ എന്ന് പറയുന്നു. എന്നാൽ യൂറോപ്യൻസിൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ട് ആഫ്രിക്കക്കാരെ കൊണ്ട് ഈ നോവലിനകത്ത് സംസാരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന കാര്യം ആച്ച്ബേ വിമർശിക്കുന്നു. പ്രത്യേകിച്ചും കാനിബലിസം അല്ലെങ്കിൽ നരഭോജികളെ കുറിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ ആഫ്രിക്കക്കാരെ കൊണ്ട് ഈ നോവലിനകത്ത് ഇംഗ്ലീഷ് തന്നെ സംസാരിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ കുഡ്സിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട കാര്യം വരുന്ന സമയത്തും ആഫ്രിക്കക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ യൂറോപ്യൻസിന് ആവശ്യമുള്ള സമയത്ത് അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നതായിട്ട് കാണിക്കുകയും അല്ലാത്ത സമയത്ത് അവർ വിചിത്ര ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നതിനെ ആച്ച്ബേ വിമർശിക്കുന്നു. Achbe addresses the argument that Conrad's racist depiction of Africans is merely the perspective of the narrator Marlowe and not necessarily Conrad's own view. അപ്പോൾ ഇങ്ങനെയാണെങ്കിലും ഈ നോവലിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ നോവൽ എഴുതിയ ആളുടെ അഭിപ്രായം ആവണമെന്നില്ല, അത് ആ നോവലിലെ ക്യാരക്ടറിൻ്റെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിനെ ചിത്രീകരിച്ചത് കൊണ്ട് ആ ക്യാരക്ടർ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ്. അത് ആ നോവൽ എഴുതിയ ആളുടെ അഭിപ്രായം ആവണമെന്നില്ല എന്നുള്ള കാര്യം ആച്ച്ബേ അംഗീകരിക്കുന്നുണ്ട്. However, Achbe refutes this by pointing out that Conrad fails to provide an alternative perspective that challenges Marlowe's dehumanizing portrayal. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ നോവൽ എഴുതിയ ആൾ മറ്റൊരു വീക്ഷണത്തിൽ ആഫ്രിക്കക്കാരെ കാണുന്ന ഒരു ക്യാരക്ടറിനെ ഈ നോവലിൽ ഉൾപ്പെടുത്താതിരുന്നത് അയാളുടെ ഒരു പോരായ്മയായിട്ട് ആച്ച്ബേ വിമർശിക്കുന്നു. ഇൻസ്റ്റെഡ് ദ നോവൽ അലൈൻസ് ടു ക്ലോസ്ലി വിത്ത് മാർലോസ് വേൾഡ് വ്യൂ, റീഇൻഫോഴ്സിംഗ് റേസിസ്റ്റ് കൊളോണിയൽ ആറ്റിറ്റ്യൂഡ്സ് റദർ ദാൻ സബ്വേർട്ടിംഗ് ദം. അപ്പോൾ അത്തരത്തിൽ ഇത് മാർലോ എന്ന ക്യാരക്ടറിൻ്റെ വീക്ഷണമാണ്, ആ നോവൽ എഴുതിയ ആളുടെ വീക്ഷണമല്ല എന്നുണ്ടെങ്കിലും ഈ നോവലിനകത്ത് ഈ ഒരു ക്യാരക്ടറിൻ്റെ വീക്ഷണം മാത്രമാണ് അവതരിപ്പിക്കപ്പെടുന്നത്. മറ്റൊരു വീക്ഷണത്തിൽ ഈ നോവലിനകത്ത് ആഫ്രിക്കക്കാരെ കാണുന്നില്ല. അത് വിമർശന വിധേയമാണ് എന്ന് ആച്ച്ബേ പറയുന്നു. Achbe ultimately argues that Heart of Darkness continues to fascinate the Western mind because it aligns with a Western literary tradition that presents Africa as an uncivilized backdrop for European self-exploration rather than a place with its own people and histories. അങ്ങനെയാണെങ്കിലും ഈ നോവല് യൂറോപ്യൻ വായനക്കാരുടെ ഇടയിൽ കൊളോണിയലിസത്തിന് എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള എഴുത്ത് എന്ന രീതിയിൽ അംഗീകരിക്കപ്പെടുന്നുണ്ട്. അത് ആഫ്രിക്കയെ കുറിച്ചിട്ടുള്ള അവരുടെ വിശ്വാസവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഈ നോവലിനകത്ത് ആഫ്രിക്കക്കാരെ പ്രാകൃതരായിട്ട് ചിത്രീകരിച്ചത് കൊണ്ടാണ് എന്ന് ആച്ച്ബേ വിമർശിക്കുന്നു. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ പ്രധാന വിമർശനം വരുന്നത് ഈ നോവലിനകത്ത് നടക്കുന്നത് യൂറോപ്യൻ സെൽഫ് എക്സ്പ്ലോറേഷനാണ്. ഈ കൊളോണിയലിസം എന്ന് പറയുന്നത് തെറ്റാണോ ശരിയാണോ, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, അതിൻ്റെ ധാർമ്മികത എന്താണ് തുടങ്ങിയത് യൂറോപ്യൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആണ് ഈ നോവലിനകത്ത് വിശകലനം ചെയ്യുന്നത്. അതിനകത്ത് തദ്ദേശീയരായിട്ടുള്ള ആഫ്രിക്കക്കാരോ അവരുടെ അനുഭവങ്ങൾക്കോ അവരുടെ ചരിത്രത്തിനോ യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ആച്ച്ബേ ഒരു വിമർശനമായിട്ട് ഉന്നയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് കാണുന്നത്. ഒന്ന്, കോൺറാഡിൻ്റെ നോവലിനകത്ത് ഈ ഒരു ഡീഹ്യൂമനൈസിങ് ആസ്പെക്റ്റ് എങ്ങനെയാണ് വിവരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നു. എന്നാൽ ആ ഒരു കൊളോണിയലിസത്തെ വിമർശിക്കുന്ന ചിത്രീകരണത്തിനകത്ത് പോലും എങ്ങനെയാണ് ആഫ്രിക്കക്കാരെ വംശീയമായിട്ട് ചിത്രീകരിക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ആച്ച്ബേ പറയുന്നതും നമ്മൾ കാണുന്നു. ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയുടെ വീഡിയോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.